അവകാശികൾ ക്ഷേത്രം പ്രസിഡന്റ് അരവിന്ദ്, ക്ഷേത്രം പ്രസിഡന്റ് സെക്രട്ടറി മനോജ്, അതുപോലെ തന്നെ ക്ഷേത്രത്തിൻ്റെ വൈസ് പ്രസിഡന്റ് മധു കളത്തേര, നിർമ്മാണ കമ്മിറ്റിയുടെ ചെയർമാൻ ഗിരീഷ്, അതുപോലെ തന്നെ നിർമ്മാണ കമ്മിറ്റി നറുക്കെടുപ്പിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം ഈ തിരുസന്നിധിയിൽ വെച്ച് ഇന്ന് നടത്തപ്പെടുകയാണ്. ഈ ചടങ്ങിലേക്ക് എത്തിച്ചേർന്ന മുഴുവൻ ആളുകളെയും ഏറെ ഭക്തിയാദരവോടുകൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ചടങ്ങിൽ അധ്യക്ഷം വഹിക്കാണ്ട് നിർമ്മാണ കമ്മിറ്റി കൂടുതലൊന്നും പറയുന്നില്ല. നമ്മുടെ ഈ ക്ഷേത്രത്തിൻ്റെ പുനർനിർമ്മാണവുമായിട്ട് ഫണ്ട് ശേഖരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സമ്മാന കൂപ്പൺ വിതരണമാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഇത് ഉദ്ഘാടനം ചെയ്തതിന് വേണ്ടിയിട്ട് ആരാധനായ മാനോർമ മാഷെ ക്ഷണിക്കുന്നു. ഈ ചടങ്ങിനെ കുറിച്ച് രണ്ടു വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി കൂടാതെ ചീർക്കയത്തൂരുടെ കുടുംബമുണ്ട്. എൻ്റെ മമ്മിനി തെയ്യവും ഇല്ലെങ്കിൽ എല്ലാ കൊല്ലവും കാലത്തെല്ലാം നിർത്തി വരുന്നതാണ് തെയ്യം. ആടെ ഒടയോറ് ഞങ്ങൾ ഒടയോർ കുഞ്ഞുമ്പോര ഇപ്പം അദ്ദേഹം മരിച്ചു. ആരുമായിട്ടുള്ള വരും അവർ വന്നാലേ ഞങ്ങളെ മകളുടെ തെയ്യത്തിൻ്റെ കാര്യം തീരുമാനിക്കാനാണ്. അവരാന്ന് പറയുന്നത് തെയ്യം ഞാൻ പറഞ്ഞ തമ്പരാൻ പറഞ്ഞാൽ പോരാ, അത് പിന്നെ ഒടയോർന്ന് പറയും, ഒടയോർന്ന് പറയും. അപ്പോൾ ആ ഇത്രയധികം ഞങ്ങളൊക്കെ അധികം ബഹുമാനിക്കുന്ന പാട്ടത്തിലെ അവകാശി കൂടെ ആയ ശ്രീ നാരായണ മാസ്റ്റർ, യോഗത്തിൻ്റെ അധ്യക്ഷൻ സുരേഷ്, പിന്നെ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട സ്ഥാനികരെ, മറ്റു സുഹൃത്തുക്കളെ, എന്നെ പരിചയമുള്ള എല്ലാവരോടും ഒറ്റ വാക്കിൽ ഞാൻ പറയട്ടെ, ഇതൊരു നല്ല കർമ്മത്തിൻ്റെ ഒരു ഉദ്ഘാടനമാണ് ഇവിടെ ഞാൻ നടത്തിയത് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഒരു ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട അതുമാത്രം ഇതിൻ്റെ നവീകരണം കൂടി നടക്കുന്നുള്ളതാണ്. മുഴുവൻ പൊളിച്ച് മാറ്റി ബാലാലയ പ്രതിഷ്ഠ കഴിഞ്ഞ് കലശാട്ടകത്ത് കൊണ്ടുവന്നിട്ട് കലശാട്ടം നടത്തണമല്ലോ. ഇത്രയും വലിയൊരു ഒരു ഒരു ഉദ്യമത്തിനാണ് ഇപ്പോൾ നമ്മളൊക്കെ മുന്നിൽ ഇറങ്ങിയിട്ടുള്ളത്. അതിൽ പങ്കെടുക്കാൻ എനിക്ക് സാധിച്ചത് എൻ്റെ മഹാഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. ഇതേ അവസ്ഥ ഒരു കാര്യം കൂടെ പറയട്ടെ, ഇതേ 28 തന്നെയാണ് തളിയിലമ്പലത്തിലും 27 കോട്ടത്തും എല്ലായിടത്തും കലശം ഒരേ കാലഘട്ടത്തിലാണ്. അപ്പോൾ ധാരാളം പിന്നെ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ നാട്ടിലെ സമ്പത്തൊക്കെ ക്ഷേത്രങ്ങളിലേക്ക് അടിഞ്ഞടിഞ്ഞ് കയറി പോകുമ്പോൾ അതിൻ്റെ അർത്ഥം നമുക്ക് നാട്ടിലുണ്ട് എന്നർത്ഥം ഇല്ല എന്നല്ല, നമ്മളെ കൊണ്ടാവാത്ത ഒരു കാര്യമില്ല. വേണമെന്ന് വെച്ചാൽ എന്തും നടന്നു. അപ്പോൾ നമുക്കത് വളരെ ഭംഗിയായിട്ട് നടത്തണം. പിന്നെ ഒരു കാര്യം കൂടെ ഇടയ്ക്കിൽ സൂചിപ്പിക്കുന്നു, ഇതിൻ്റെ പിന്നെ നിങ്ങളുടെ തന്ത്രി പൊടയോറാണ്. ഇവിടെ മുമ്പത്തെ കലശാട്ട സമയത്ത് പൊടയോറൊപ്പം എൻ്റെ ഒരു ഇളയച്ചൻ വരാറുണ്ട് ഇവിടെ സഹായിക്കാൻ. വല്ലിശ്ശേരി വാസുദേവൻ വല്ലിശ്ശേരി കുറച്ച് കൂട്ടത്തിൽ കലയരച്ച ആൾ പ്രായമാണ്. അപ്പോൾ കഴിഞ്ഞ വന്നപ്പോൾ എന്നെ വിളിച്ചു. ഞാനിവിടെ വന്നിട്ട് ഒരു അരമണിക്കൂർ കൂടി ഇതെല്ലാം കൊണ്ട് ഒത്തിണങ്ങിയ ഒരു ക്ഷേത്രത്തിൽ എനിക്കിവിടെ ഒരു ക്ഷേത്ര സന്നിധിയിൽ വന്നിട്ട് എനിക്ക് ഈ സൽക്കരണം തരാൻ നിങ്ങളെയാണ് ഞാൻ അഭിനന്ദിക്കുന്നത്. എനിക്ക് ഇങ്ങനെ അവസരം തന്നതിന് എല്ലാ സ്നേഹവും അറിയിച്ചുകൊണ്ട് ടീച്ചറെ ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. നല്ല ഐശ്വര്യം ഉണ്ടാകട്ടെ, നല്ല പിന്നെ വരുമാനം, നമ്മൾ അധ്വാനമില്ലാതെ നമുക്ക് വരുമാനം ഉണ്ടാകട്ടെ, ആൾക്കാർ മനസ്സറിഞ്ഞ് നമുക്ക് തന്നെ നമ്മുടെ അവധിപ്പെട്ടെ എന്ന് മാത്രം ആഗ്രഹിച്ചു ആവശ്യമുണ്ട്. അമ്മയെ നമസ്കരിച്ചുകൊണ്ട് നിർത്തട്ടെ. നമസ്കാരം. അതേ എടുക്കും മാസം ശരി. എൻട്രി ചെയ്തിട്ട് പറ്റൂല. എൻട്രി ഇപ്പോൾ ജില്ലേൻ്റെ എൻട്രി ചെയ്യാതെ സ്റ്റേറ്റിലേക്കോ സ്റ്റേറ്റിൻ്റെ എൻട്രി ചെയ്യാതെ നാഷണലിലേക്കോ പറ്റില്ല. അത് ഉറപ്പിച്ച കാര്യം. അത്